രാജ്യത്ത് വൻ സ്ഫോടനത്തിനാണ് ഭീകരർ പദ്ധതിയിട്ടതെന്ന് വ്യക്തം. ഈ ലക്ഷ്യത്തോടെയാണ് 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് എത്തിച്ചത്. ഡൽഹിയിൽ IED സ്ഫോടനമാണ് ഭീകരർ ലക്ഷ്യമിട്ടതെന്നും വിവരം ലഭിക്കുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർണായക ഇടപെടലിലൂടെ ഭീകര പദ്ധതികൾ പൊളിഞ്ഞു വീഴുകയായിരുന്നു. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ സ്ഫോടനം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടു. ഗുജറാത്തിലും ഫരീദാബാദിലും നടന്ന അറസ്റ്റാണ് ഭീകരവാദികളുടെ ഈ മോഹം തകർത്തത്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏതാണ്ട് 8 വളരെ പ്രധാനപ്പെട്ട അറസ്റ്റുകളാണ് ഉണ്ടായത്. അത് ഗുജറാത്തിൽ നിന്നുണ്ടായി, ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും ഉണ്ടാകുന്നു, ഹൈദരാബാദിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഈ അറസ്റ്റിലൊക്കെ പിടി വീണിരിക്കുന്നത് കൊടും ഭീകരവാദികൾക്കാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള അതിതീവ്ര മുസ്ലിം നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന അതിഭീകര സ്വഭാവമുള്ള ഭീകര സംഘടനകളുടെ ആളുകളാണല്ലോ ഈ അറസ്റ്റിലായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അറസ്റ്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നലെ ചെങ്കോട്ടയിൽ സംഭവിച്ചതിൻ്റെ ഇരട്ടി പ്രഹരം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രധാന ക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ, മെട്രോ നഗരങ്ങളിൽ, വിമാനത്താവളങ്ങളിലൊക്കെ ജിഹാദികൾ അഴിഞ്ഞാടിയേനെയും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ആ ഇൻപുട്ട് അത് കൃത്യമായിരുന്നു, ഭീകരരുടെ പദ്ധതി കൃത്യമായി പൊളിക്കുകയായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ശ്രീകാന്ത്, ഗൗതം, ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഈ ഭീകരരെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഗുജറാത്തിലും അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലും അറസ്റ്റിലായ കൊടും ഭീകരർ പദ്ധതി ഇട്ടിരുന്നത് എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ നൽകിയിരുന്നു. അവർ ഈ രാജ്യമാസകലം ഈ ജൈവായുധങ്ങൾ ഉപയോഗിച്ചും അതോടൊപ്പം അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് IED ബ്ലാസ്റ്റുകൾ നടത്തിയും അവർ കൂട്ടക്കൊലയ്ക്കാണ് പദ്ധതിയിട്ടത് എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ആ കൂട്ടക്കൊലയ്ക്കുള്ള നീക്കം പൊളിഞ്ഞത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഈ 2900 കിലോ അമോണിയം നൈട്രേറ്റ് എത്തിച്ചത് തന്നെ സ്ഫോടനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് കണ്ടെത്തി. IED ആക്രമണത്തിന് പദ്ധതിയിട്ടാണ് ഇത് എത്തിച്ചത്. അത് രാജ്യത്തെ മെട്രോ നഗരങ്ങൾ മുഴുവൻ കത്തിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ഇവർ ഈ IED ബ്ലാസ്റ്റുകൾ പ്ലാൻ ചെയ്തത് എന്നുകൂടി ഓർക്കുകയും വേണം. പക്ഷേ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിതാന്ത ജാഗ്രത ഈ രാജ്യത്തെ കാത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിനുള്ളിൽ അവർ നിശ്ചയിച്ചിരുന്ന സ്ഫോടനം പോലും അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. പകരം ആ സിഗ്നലിൽ വെച്ച് ആ കാർ പൊട്ടിത്തെറിച്ച് അത് 9 പേരുടെ മരണത്തിൽ കലാശിച്ചു. അത് ശരിയാണ്. അത് പക്ഷേ വളരെ വലിയൊരു പ്ലോട്ട് ഇതിനുവേണ്ടി അവർ തയ്യാറാക്കിയിരുന്നു. അത് മുഴുവൻ ബേസ് ചെയ്യാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് സാധിച്ചു. 1 മാസത്തിനിടെ ഇന്റലിജൻസ് ഏജൻസികൾ തകർത്തത് 8 ഭീകരാക്രമണ ശ്രമങ്ങളാണ് എന്നോർക്കണം ഗൗതം. ഗുജറാത്തിലും ഫരീദാബാദിലും നടന്ന അറസ്റ്റ് രാജ്യത്തെ കത്തിച്ചു കളയാനുള്ള ഭീകരരുടെ മോഹമാണ് തകർത്തു കളഞ്ഞത്. ഡൽഹിയിൽ നടത്തിയത് എല്ലാ നീക്കങ്ങളും പാളിയതിന് പിന്നാലെ എന്തെങ്കിലും ചെയ്യണം എന്ന് തിടുക്കപ്പെട്ട് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ചാവേറാക്രമണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ലോകത്തൊരു രാജ്യങ്ങൾക്കും, എത്ര വികസിതമെന്ന് പറയുന്ന രാജ്യങ്ങൾക്കും ഈ ലോൺ വോൾഫ് അറ്റാക്കുകൾ, ഫിദായിൻ അറ്റാക്കുകൾ ഒരു പരിധിവരെ മാത്രമേ തടയാൻ സാധിക്കൂ. ഈ ചാവേർ ആക്രമണത്തിലേക്ക് ഈ ടെററിസ്റ്റുകൾ തിരിഞ്ഞത് തന്നെ നമ്മുടെ ഏജൻസികൾ നിതാന്തര ജാഗ്രത പുലർത്തിയത് കൊണ്ടാണ്. അവർക്ക് മറ്റൊരു പോംവഴിയുമില്ലാതെ നടത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് അവർക്ക് അവസാന നിമിഷം അവരുടെ പദ്ധതികൾ ഉപേക്ഷിച്ച് സ്വയം അവർ ബലി കൊടുത്തുകൊണ്ട്, സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ ആക്രമണത്തിലേക്ക് തിരിയേണ്ട അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ വളരെ നിതാന്ത ജാഗ്രത മൂലം മാത്രമാണ്. ഇല്ലെങ്കിൽ ചെങ്കോട്ടയിൽ സംഭവിച്ചത് ഈ രാജ്യമാസകലം ഒരേ സമയം ഒരേ നിമിഷം നടന്നേനെ. മരണസംഖ്യ ഇതൊന്നും ആയിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നതും.